ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ റൂമിൽ വന്നു കഴിഞ്ഞ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ചെറിയൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ വന്നു കഴിഞ്ഞ് ബുൾഡാക്കിൻ്റെ നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് മുഖവും കാലും കൈയും കഴുകി കുറച്ച് തുണി വാഷിങ്ങിൽ ഇടാനുണ്ടായിരുന്നു. ഞാൻ സ്റ്റുഡൻറ് അക്കോമഡേഷനിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലോണ്ടറി റൂമൊക്കെ സെപ്പറേറ്റ് ആണ്. അപ്പോൾ പേയും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. 39 മിനിറ്റ് ആണ് അതിന് വാഷിങ്ങിന് സമയം എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചായ എടുത്ത് പാലെടുത്ത് ഒഴിച്ചപ്പോഴാണ് ഞാൻ ഒരു സത്യം മനസ്സിലാക്കിയത്. ഞാൻ എടുത്തത് വേറൊരു കുട്ടിയുടെ പാലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അത് മാറ്റി അതേപോലെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് എൻ്റെ പാല് വെച്ച് ഉപയോഗിച്ച് ഞാൻ ബ്രിട്ടീഷ് മോഡലിലാണ് ചായ ഉണ്ടാക്കുന്നത്. കാരണം അതാണ് ഏറ്റവും എളുപ്പം. അത് കഴിഞ്ഞ് ബൂസ്റ്റ് ഇട്ട് ചായ കുടിക്കുന്നു. ബൂസ്റ്റ് ഇല്ലാത്ത ചായ വെറും ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. അത് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചിപ്സും മിച്ചറും ഒക്കെ എടുത്ത് കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ എൻ്റെ തുണി വാഷിങ് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ആപ്പ് ഉണ്ട്, സർക്യൂട്ട് ഗോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഡ്രൈയിങ് ചെയ്യണം. ഡ്രൈയിങ്ങിലുള്ളതും അതിൻ്റെ തൊട്ട് മേളിൽ തന്നെ ഉണ്ട്. അതും നമ്മൾ പൈസ അടയ്ക്കണം. എല്ലാം ഇവിടെ പൗണ്ടിൻ്റെ കളികളാണ് ഗൈസ്. സോ അതൊരു 60 മിനിറ്റ് എടുക്കും. അപ്പോൾ അതുവരെ ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ചു. കുളിക്കാൻ വേണ്ടി എണ്ണ എടുത്തപ്പോഴാണ് എണ്ണ കട്ട പിടിച്ച് അതിൻ്റെ ഇടയിൽ കയറി കുടുങ്ങിയിരിക്കുന്നത്. അത് പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ച് അവസാനം എണ്ണ വന്നു ഗൈസ്. അത് കഴിഞ്ഞ് അത് തലയിൽ തേച്ചതിന് ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ആ സമയം കൊണ്ട് ഡ്രയർ കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ കയറി കുറച്ച് സ്കിൻ കെയർ റുട്ടീൻ ആവാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു ബ്രെഡും മിച്ചറും കഴിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം 11 മണിയായി ഗൈസ്. അങ്ങനെ ഞാൻ പിന്നെ ഉറങ്ങാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ബൈ.